Hello dear students, welcome to the second lecture of the Sale of Goods Act 1930. The first lecture we discussed the background of the Sale of Goods Act, which emerged from the British mercantile law, and all discussing the term is agreement to sell and the contractorship. The second lecture we are going to discuss what you mean by term is sale and the hire purchase, and differences between the hire purchase and sale. And what do you mean by the term is the bailment? What is the mortgage? What difference between this element with your the sales? And finally, what are the formalities of the contract of sale? Okay, these are the important content of this second lecture. Anyway, starting with the first important element is what is sale and hire purchase. We already discussed the term sale the previous lecture. The sale is always immediate transaction between the buyer and the seller. The seller selling the product to the buyer, seller selling his goods to the buyer for the specific payment, for the cash payment or the immediate payment. The term is known as the sale. So here both the possession and ownership is transferred by the seller to the buyer. But the hire purchase, it is a purchasing an asset based on the installment. Suppose you are buying a product based on certain installment, the term is known as the hire purchase. നിങ്ങൾ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കുന്ന പ്രോസസ്സിനെയാണ് ഹയർ പർച്ചേസ് എന്ന് പറയാം. ഹയർ പർച്ചേസറും ഹയർ വെൻഡറും ഉണ്ടായിരിക്കും. ഹയർ വെൻഡർ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ഹയർ വെൻഡർ. ആരാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തി അവരെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസ്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസ്. അപ്പോൾ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആദ്യം അടയ്ക്കും. നമുക്കൊരു സാധാരണ കാർ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെപ്പോഴും ഒരു ഡൗൺ പേയ്മെന്റ് അടയ്ക്കും, ബാക്കിയുള്ള പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുന്ന സിസ്റ്റമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോജിക്. ദ ഹയർ പർച്ചേസ് നെയിം സജസ്റ്റ് ദാറ്റ് ഇൻ സിസ്റ്റം വിച്ച് പാർട്ടി പേ ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഇസ് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. ഇവിടെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന്റെ പൈസ ഇൻസ്റ്റാൾമെന്റ് വൈസ് ആയിട്ട് നിങ്ങൾ അടച്ചു തീർക്കണം. അപ്പോൾ ആദ്യ പ്രൊഡക്റ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടയ്ക്കും. ആ ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കിയുള്ള പൈസ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കുന്ന സിസ്റ്റമാണ് ഹയർ പർച്ചേസിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ആ ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അതിന്റെ ഓണർഷിപ്പ് ആ പ്രൊഡക്റ്റിന് ലഭിക്കുള്ളൂ. സപ്പോസ് നിങ്ങൾ കാറ് വാങ്ങിക്കുന്നവരുടെ കയ്യിൽ ടോട്ടലി പൈസ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണ്, നമ്മൾ അതിന്റെ കുറച്ച് പൈസ ഡൗൺ പേയ്മെന്റ് അടയ്ക്കും, ബാക്കി പൈസ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കും. ആ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഫുൾ ഇൻസ്റ്റാൾമെന്റ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഗുഡ്സ് ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ കാറിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ദ അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് ദ ഹയർ പർച്ചേസ്. But sale is quite different. Say on the basis of sale, your seller transfer the ownership and possession. നിങ്ങൾക്ക് വളരെ ഇമീഡിയറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഫുൾ പേയ്മെന്റ് നടത്തിക്കൊണ്ടാണ് നിങ്ങൾ സെയിലിൽ എൻഗേജ് ചെയ്യണത്. ഹയർ പർച്ചേസിൽ എപ്പോഴും നമുക്ക് പൊസഷൻ കിട്ടും, ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് മുഴുവൻ അടച്ചു തീർക്കണം. ആ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർത്താൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് അതിന്റെ പൊസഷൻ അവിടെ ലഭിക്കുന്നത്. Okay, so that is the difference between the sale and the hire purchase. Listen, the hire purchase, the name suggests that the system of trade in which one party pay or the cost of the asset to the number of installment. You are paying the amount in the number of installment while making use of asset. You're getting the possession of the goods, but the ownership is transferred only after payment, only after completing your installment. And this system of the ownership of the asset is transferred by the hire vendor. The hire vendor is known as your seller on full pledged payment to the remaining balance. Basically, two person, one is a hire purchaser, another one is hire vendor. Vendor is seller and hire purchaser is the purchaser. But sale is quite different. And sale, you are getting both possession and ownership. But നിങ്ങൾക്ക് ഓണർഷിപ്പും ഉപയോഗിക്കാനുള്ള എലമെന്റ് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ഇമീഡിയറ്റ് പേയ്മെന്റ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇമീഡിയറ്റ് പേയ്മെന്റ് മൊത്തമായിട്ട് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ സെല്ലറിന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് നിങ്ങൾ സെയിലാണ്. പക്ഷെ ഹയർ പർച്ചേസിൽ വരുമ്പോൾ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഹയർ പർച്ചേസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണം.
പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് വൈസ് ആണെങ്കിൽ ഹയർ പർച്ചേസ് മൊത്തം എമൗണ്ട് അടച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സെയിലായിട്ട് അവിടെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. On other hand, you are the sale, that is quite different. Represents actual sale of goods in which ownership and possession both are transferred to the customer. നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓണർഷിപ്പും പൊസഷനും കിട്ടും. പക്ഷേ ഹയർ പർച്ചേസ് നമുക്ക് പൊസഷൻ മാത്രമേ കിട്ടുള്ളൂ. ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഓണർഷിപ്പ് ലഭിക്കൂ. And we're discussing what the difference between the sale and the hire purchase. Okay, so there is a quite interesting fact between sale and hire purchase. The hire purchase is based on the installment down payment. നമുക്ക് നേരത്തെ പറഞ്ഞു ഡൗൺ പേയ്മെന്റും ഇൻസ്റ്റാൾമെന്റും ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഹയർ പർച്ചേസ്. സെയിൽസ് ആണ് അങ്ങനെ, സെയിൽസ് ഡയറക്റ്റ് പേയ്മെന്റ് ആണ്. നമുക്ക് വളരെ മൊത്തമായിട്ട് പൈസ നമ്മൾ അവിടെ അടച്ചു തീർത്തുകൊണ്ടാണ് നമ്മുടെ സെയിൽ ട്രാൻസാക്ഷൻ വരുന്നത്. കാരണം ദർ ഇസ് എ 2 person ബയർ ആൻഡ് സെല്ലർ അവിടെ വരുന്നു. ഇവിടെ ഹയർ പർച്ചേസറും ഹയർ വെൻഡറാണ് വരുന്നത്. This is the first difference, the meaning. Sales implies transaction between the buyer and seller under the contract, wherein the buyer acquires the goods and services in exchange of money. That is an immediate transfer with the help of the exchange of money. ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ വരുന്നുണ്ട്. ഇവിടെ ബയ്യർ എന്താണ് മൊത്തമായിട്ട് പൈസ ആർക്ക് കൊടുക്കുന്നത്, സെല്ലർക്ക് കൊടുക്കുന്നുണ്ട്. ബട്ട് ഹയർ പർച്ചേസ് ഇവിടെ നമുക്ക് ബയ്യറിന്റെ കയ്യിൽ മൊത്തമായിട്ട് പൈസ ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം കുറച്ച് പൈസ ഡൗൺ പേയ്മെന്റ് കൊടുക്കും, ബാക്കിയുള്ള പൈസ അദ്ദേഹം ചെയ്യണത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കാണ് ചെയ്യുക. And hire purchase refer to the firm purchase in which buyer acquire asset making down payment. How the entire purchase of the price asset can be paid over the stipulated time. That is installment. ബാക്കിയുള്ള പൈസ നമ്മൾ stipulated ടൈമിൽ പീരിയോഡിക്കലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ അടച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസിൽ മൊത്തമായിട്ട് പൈസ കൊടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾമെന്റും ഡൗൺ പേയ്മെന്റും ഡിപ്പെൻഡ് ചെയ്യും. ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കിയുള്ള പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. Okay, that's the first difference between sales and hire purchase. And second is the act. Sales is specified Sale of Goods Act 1930 ആണ്. പക്ഷെ hire purchase പറഞ്ഞത് hire purchase act 1972. The second difference. And third one, timing. നമുക്ക് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ആണ്. സെയിൽസ് ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻസ് കാണാൻ. ഹയർ പർച്ചേസിൽ പേയ്മെന്റ് ഇസ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. കാരണം അവിടെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആണ്. ഓൺ ദ പേയ്മെന്റ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എത്ര ഉണ്ടോ അത്രയും ഇൻസ്റ്റാൾമെന്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. And position of the buyer position is owner. കാരണം ഇവിടെ സെയിൽസിൽ ബയർ ഓണർ ആണ്. കാരണം സെല്ലർക്ക് പൈസ കൊടുത്തതിന് ബയർ ഇവിടെ ഓണർ ആണ്. പക്ഷെ ഹയർ പർച്ചേസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ ഓണർ ആവണമെങ്കിൽ ഹയർ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബയറിനെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസർ അദ്ദേഹം ഓണർ ആവണമെങ്കിൽ അദ്ദേഹം മൊത്തം ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കണം. എല്ലാ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർത്താൽ മാത്രമേ അദ്ദേഹം ഇവിടെ ഓണർ ആയിട്ട് മാറുന്നുള്ളൂ. The higher purchaser position is on the bailing till the payment. കാരണം അദ്ദേഹത്തിനോട് പൊസഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ അദ്ദേഹം മൊത്തം ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കണം. അങ്ങനെ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം ഓണർ ആയിട്ട് മാറുന്നുള്ളൂ. There is a fourth difference between the sale and hire purchase. And another payment, നമുക്ക് അവിടെ ലംസം പേയ്മെന്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റും. സെയിൽസ് നമുക്ക് മൊത്തമായിട്ട് പൈസ കൊടുക്കണം. ഹയർ പർച്ചേസ് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. And treatment of payment, the price of the goods. നമുക്ക് പ്രൈസ് ഗുഡ്സിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. The higher charges the use of the asset until the purchase options exist by the higher purchase. ഇവിടെ നമുക്ക് ഡൗൺ പേയ്മെന്റ് വരും. ഡൗൺ പേയ്മെന്റ് ആയിരിക്കും ഇൻസ്റ്റാൾമെന്റ് രണ്ടുപേരും. ഹയർ ചാർജസ് എന്ന് പറയാൻ നമുക്ക് ഡൗൺ പേയ്മെന്റ് കാണാൻ ചെയ്യും. ഹയർ ചാർജസ് ഫോർ ദ യൂസർ ഓഫ് ദ അസറ്റ്. നോർമലി നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്നതിന് നമ്മൾക്ക് നോർമലി എന്ത് കൊടുക്കേണ്ടി വരും, ഇൻസ്റ്റാൾമെന്റുമായിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് നോൺ പേയ്മെന്റ് ഓഫ് എമൗണ്ട്, നമുക്കറിയാം ഇവിടെ പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സെയിൽ പ്രൊഡക്റ്റ് കിട്ടില്ല. സെല്ലർ ക്യാൻ ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ബയർ. കാരണം നിങ്ങൾ ഇവിടെ സെയിൽസിലാണെങ്കിൽ ബയർ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യുന്ന വ്യക്തിക്ക് അതായത് ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റും. ഇവിടെ വെൻഡർ ക്യാൻ പ്രോസസ്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് മുടക്കി കഴിഞ്ഞാൽ ഹയർ വെൻഡർ, ദാറ്റ് മീൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരുന്ന വ്യക്തി അതായത് സെല്ലർ, അദ്ദേഹത്തിന് ഇത് റിപ്പോസ് നിങ്ങളുടെ തന്നിരിക്കുന്ന കാറോ എന്താണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേയ്മെന്റ് മുടക്കി കഴിഞ്ഞാൽ സെയിലാണെങ്കിൽ അവിടെ ലീഗൽ കേസ് വരും. ഇവിടെയാണെങ്കിൽ ആ സെറ്റ് അവർ തിരിച്ചെടുത്തുകൊണ്ടും സെല്ലർ ആ സെറ്റ് തിരിച്ചെടുത്തുകൊണ്ടും റിപ്രോസസ് ചെയ്തുകൊണ്ടും. ഓക്കെ, ഇൻസോൾവൻസി. The buyer become insolvent, the seller has to bear the risk of loss. ഇവിടെ ഇൻസോൾവെന്റ് ആവാൻ ബയർ ഇൻസോൾവെന്റ് ആവണമെങ്കിൽ സെല്ലർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സെല്ലർ അവിടെ കാഴ്ചക്കാരനാണ്. But here the purchase if the purchaser becomes, ഇവിടെ നമുക്ക് ഹയർ പർച്ചേസർ, ഇവിടെ ഹയർ പർച്ചേസർ പറഞ്ഞ ബയറിനെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസർ. It's a become insolvent, the seller can repose this. അദ്ദേഹം ഇൻസോൾവെന്റ് ആവുകയാണെങ്കിൽ ഇതേപോലെ സെല്ലർക്ക് അദ്ദേഹം കൊടുത്ത അസറ്റ് തിരിച്ചെടുത്തുകൊണ്ടാവും. അപ്പൊ കാറാണ് കൊടുത്തതെങ്കിൽ കാറിന്റെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഹയർ പർച്ചേസർ അടച്ചിരുന്നത്, ബയർ അടയ്ക്കുന്നെങ്കിൽ ആ കാർ ആർക്ക് തിരിച്ചെടുത്ത് കൊണ്ടുപോകാം, സെല്ലർക്ക് തിരിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള ഫ്രീഡം ഉണ്ട്. ദാറ്റ്സ് ഇൻസോൾവൻസി. ആൻഡ് ടെർമിനേഷൻ, ദ ബയർ കനോട്ട് ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. ഇവിടെ ബയർക്ക് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ റൈറ്റ് ഇല്ല. ഷീ ഈസ് ഒബ്ലൈഡ് ടു പേ ദ പ്രൈസ്. ഇവിടെ അദ്ദേഹം പൈസ
cannot terminate the contract. കാരണം പൈസ അടയ്ക്കാണ്ട് ഒരിക്കലും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. The higher purchase can terminate the contract. ഇവിടെ higher purchase, that means buyer. Higher purchase എന്ന് പറയുന്ന പേരാണ് buyer. അതിന് can terminate the contract by returning asset to the vendor. ഒന്നെങ്കിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാണ്ടാണ് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അസറ്റ് ആർക്ക് കൊടുക്കേണ്ടി വരും? വെൻഡർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നോ ലയബിലിറ്റി പേ ദ ഇൻസ്റ്റാൾമെന്റ് ഫുൾ. പിന്നെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണമെന്നില്ല. നിങ്ങൾ അസറ്റ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഹയർ പർച്ചേസിനെ ടെർമിനേറ്റ് ചെയ്യുമെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന അസറ്റ് തിരിച്ചു കൊടുത്തുകൊണ്ട് ആർക്ക് തിരിച്ചു കൊടുത്ത് റിട്ടേൺ ചെയ്തുകൊണ്ട് വെൻഡർക്ക് സെല്ലർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ദനത്ത് റിപ്പയർ ഗുഡ്സ്. ഇവിടെ റിപ്പയർസ് ഒക്കെ ആര് തന്നെ ബയർ തന്നെ മീറ്റ് ചെയ്യണം. ഇവിടെ ഹയർ വെൻഡർ ആണ്, ഇവിടെ സെല്ലറാണ് മീറ്റ് ചെയ്യേണ്ട വരാം. ഹയർ പർച്ചേസിൽ ഹയർ വെൻഡർക്കാണ്, വെൻഡർ മീൻസ് സെല്ലറാണ് മീറ്റ് ചെയ്യുന്നത്, ഇവിടെ ബയർ ആണ്. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ നമുക്കറിയാം, ഇവിടെ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബയർ. നമുക്ക് ഓണർഷിപ്പോടെ ട്രാൻസ്ഫർ സെയിൽസ് ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹയർ പർച്ചേസിൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇസ് നോട്ട് ട്രാൻസ്ഫേർഡ് അണ്ടർ ദ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യണ വെറുതെ കൊടുക്കില്ല. നോട്ട് ട്രാൻസ് ഹയർ പർച്ചേസ് കനോട്ട് ട്രാൻസ്ഫർ ദ ഗുഡ്സ് ഓർ ടൈറ്റിൽ ദ ബോണഫൈഡ് പർച്ചേസ്. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എല്ലാം ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് അടച്ചു തീർക്കണം, അല്ലാണ്ട് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യില്ല. റീസെയിലിനുള്ള ഓപ്ഷൻ എങ്ങനെയാണ്? ദ ബയർ ക്യാൻ റീസെൽ ദ ഗുഡ്സ്. ഇവിടെ നമുക്കറിയാം ബയർക്ക് ഫുൾ ഓണർ ആണ്, ബയർക്ക് അത് റീസെയിൽ ചെയ്യാം. ദ ഹയർ ദാറ്റ് മീൻസ് ഹയർ പർച്ചേസർക്ക് ഡസ് നോട്ട് എൻജോയ്, കാരണം ആ പർച്ചേസർക്ക് ആ ഫ്രീഡം ഇല്ല, കാരണം അദ്ദേഹം ടു റീസെൽ ദ ഗുഡ്സ് അൺലെസ് ഹി ഹാസ് പെയ്ഡ് ദ ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാണ്ട് അദ്ദേഹത്തിന് റീസെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. ദ ഹയർ ഡസ് നോട്ട് എൻജോയ് ദ സച്ച് റൈറ്റ് to resell the goods unless he has paid the installment. Okay, these are the basic differences between the sale and the hire purchase. Listen, as per sale of goods, one of the important element is sale and hire purchase. The sale means there is a transition between the buyer and the seller or the immediate cash delivery. But the hire purchase, there is a transition between the buyer and seller. That the hire purchaser and hire vendor. The purchaser is known as the buyer, vendor is known as the seller, and you're the hire purchaser pay the installment, first paying the down payment, after that you're paying the number of installment. Okay, this term is known as the hire purchase and the sale. The hire purchase installment system, sale is a total amount based system. Okay, these are differences between the hire purchase and sale. Sale is a purely contract established in 1930. It was established in 1972. It's an immediate delivery, and here is on the payment of the last installment. The buyer becomes the possession, and the hire purchase becomes the possession of the bailey. That means the final installment is due. And these are the lump sum amount. There is the installment system. Hire purchase is the installment system. Okay, these are the basic differences between the sale and your the hire purchase. Okay, another sales and hire purchase. Another one is the sale and bailment. So another important element is sale and bailment. What is a contractor sale? A contractor sale is the seller transfer the goods to the buyer for the immediate delivery of the cash for this getting certain remuneration. The term is known as the contractor sale. We already discussed the meaning of contractor sale. And what is a bailment? And the bailment state that it's a contractual transfer of possession. What possession ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? So listen, ഒരു അസറ്റിന്റെ ഒരു പൊസഷൻ ആണ് കോൺട്രാക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് അസറ്റ് ഓർ പ്രോപ്പർട്ടീസ് ഫോർ എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഇവിടെ ബെയിൽമെന്റില് ഓണർഷിപ്പിന് അല്ല ഇമ്പോർട്ടൻസ്, പൊസഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ ലിസൺ, കോൺട്രാക്ട്, കാരണം നമുക്ക് സെയിലാണെങ്കിൽ എന്ത് കിട്ടുന്നു? ഓണർഷിപ്പ് ലഭിക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ പൊസഷനും കിട്ടും, ഓണർഷിപ്പ് കിട്ടും. പക്ഷേ ബെയിൽമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പൊസഷനാണ്, പൊസഷൻ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. In a bailment, delivery of asset to the bailer. കാരണം ബെയിൽമെന്റിൽ വന്നതിന് ആരാണ് ഡെലിവറി ചെയ്യുന്നത്? ഡെലിവറി ഓഫ് അസറ്റ് അദ്ദേഹത്തിന് പറയുന്ന പേരാണ് ബെയിലർ. ദെൻ ദ റിസീവർ ഈസ് നോൺ ആസ് എ ബെയിലിയം. ആർക്കാണ് അസറ്റ് ലഭിക്കുന്നത്? അദ്ദേഹത്തിന് പറയുന്ന പേരാണ് ബെയിലി. ബെയിലറും ബെയിലിയും തമ്മിലുള്ള കോൺട്രാക്ട് ആണ് ബെയിൽമെന്റ്. ബെയിൽമെന്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബെയിലർ ആൻഡ് ദ ബെയിലി. ദ ബെയിലർ ഈസ് നോൺ ആസ് എ ഡെലിവർ ഓഫ് അസറ്റ് ആൻഡ് റിസീവർ ഈസ് നോൺ ആസ് ദ ബെയിലി. ബട്ട് ദർ ഈസ് ഓൺലി ട്രാൻസ്ഫറിംഗ് ദ പൊസഷൻ. ഇവിടെ ബെയിലർ എന്താണ് കൊടുക്കുന്നത്? ഓൺലി പൊസഷൻ മാത്രം കൊടുക്കുന്നുള്ളൂ, ഓണർഷിപ്പ് കൊടുക്കുന്നില്ല. ഇൻ എ ബെയിൽമെന്റ് ട്രാൻസാക്ഷൻ ഓണർഷിപ്പ് ഇസ് നെവർ ട്രാൻസ്ഫേർഡ്, ഇറ്റ്സ് ഓൺലി ദ പൊസഷൻ. ഫോർമലി വയ്ക്കേണ്ട ബെയിൽമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഹയർ പർച്ചേസിലാണെങ്കിൽ പൊസഷൻ കിട്ടും. എപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിയുമ്പോൾ നമുക്ക് പൊസഷൻ ലഭിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി യു ആർ ദ ബെയിൽമെന്റ്, ദർ ഇസ് ഓണർഷിപ്പ് ഇസ് നോട്ട് ട്രാൻസ്ഫേർഡ്. അവിടെ നമുക്ക് ഓണർഷിപ്പ് ലഭിക്കുന്നു, പൊസഷൻ ലഭിക്കുന്നു. ഹയർ പർച്ചേസിലെ പോയി അവിടെ എന്താണ്? ഓണർഷിപ്പും ലഭിക്കുന്ന, പൊസഷനും ലഭിക്കുന്നു, രണ്ടും ലഭിക്കുന്നുണ്ട്. ഓണർഷിപ്പ് ലഭിക്കണമെങ്കിൽ ഹയർ പർച്ചേസ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യണം.
പക്ഷെ bailment ownership is never transferred. The bailer is generally not entitled to the property while the possession of the bailee. In this way the bailment is different from the gifting and leasing. അതുകൊണ്ട് bailment കുറച്ച് വ്യത്യസ്തമാണ്. bailment നമുക്ക് പൊസഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കോൺട്രാക്ച്വൽ പൊസഷൻ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ, ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദ ടീം ഇസ് നോൺ ആസ് ദ bailment. പക്ഷെ ഹയർ പർച്ചേസിൽ എന്താണ്, നമുക്ക് ഓൾറെഡി എന്ത് ലഭിക്കുന്നുണ്ട്, ഹയർ പർച്ചേസ് നമുക്ക് പൊസഷൻ ലഭിക്കും, ഓണർഷിപ്പ് ലഭിക്കണം, ഹയർ പർച്ചേസിൽ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യണം. ഇവിടെ ഒരിക്കലും നമുക്ക് എന്ത് ലഭിക്കില്ല, ഓണർഷിപ്പ് ഈസ് നെവർ ട്രാൻസ്ഫർഡ്. I'm discussing about the difference between sale and bailment. The first one, possession point of view. The possession of goods transferred to the buyer. ഇവിടെ നമുക്കറിയാം സെയിലിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ആർക്ക്, സെല്ലർ ആർക്ക് കൊടുക്കണം, പൊസഷൻ ആർക്ക് കൊടുക്കണം, ബയർക്ക് കൊടുക്കണം. ബെയിൽമെന്റ് അതുപോലെ തന്നെ ബെയിലിക്കാണ് കൊടുക്കുന്നത്. 2 persons Bailey is a receiver. The bailer is a deliverer of asset and Bailey is a receiver. ഇവിടെ ബെയിലിക്കാണ് ഇമ്പോർട്ടൻറ്റ്. Bailey is known as you are the receiver. Okay, and the person of goods transferred to the bailey. Ownership transferred to the seller. Ownership നമ്മൾ seller to the ബയറിലേക്കാണ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓണർഷിപ്പ് റിസൈഡ് വിത്ത് ബയർ. ഓണർഷിപ്പ് ആർക്ക് കൊടുക്കില്ല, ബെയിലിക്ക് കൊടുക്കില്ല. കാരണം ഇവിടെ നമുക്ക് ഓണർഷിപ്പ് ഈസ് നെവർ ട്രാൻസ്ഫർ, സോ ദിസ് ഓൾവേസ് റിസൈഡ് വിത്ത് ബെയിലർ. ബെയിലർ ഈസ് എ ഡെലിവർ ഓഫ് അസറ്റ്. ഇവിടെ സെല്ലറിന്റെ കയ്യിൽ തന്നെയായിരിക്കും അതിന്റെ ഓണർഷിപ്പ് ലഭിക്കുക. ആൻഡ് യൂസേജ്, the buyer may use the goods in any way he like because he is an ultimate owner, can use the goods in any way he like. But is a bailment, bailey can use the goods. Bailey is only who is a bailey, he is a bailey receiver. Bailey is a receiver. Bailey is a receiver. The bailey can use the goods only according to the direction of the bailor. Bailor പറയുന്ന അനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ ബെയിലി എന്ന് പറഞ്ഞാൽ റിസീവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Okay, then return. There is no return of goods from the buyer to the seller. ഇവിടെ നമുക്ക് റിട്ടേണിന്റെ ആവശ്യകത വരുന്നത് കാരണം ഇവിടെ അൾട്ടിമേറ്റ്ലി ആ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓണർഷിപ്പ് ഈസ് കംപ്ലീറ്റ്ലി വിത്ത് യു ദ ബയർ. ദ ഗുഡ്സ് ആർ റിട്ടേൺഡ് ആഫ്റ്റർ സ്പെസിഫിക് ടൈം. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒരിക്കലും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബെയിലർക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരും. ദ ഗുഡ്സ് ആർ റിട്ടേൺഡ് ആഫ്റ്റർ സ്പെസിഫിക് ടൈം അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദ പേർപ്പസ്. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാത്തതുകൊണ്ട് ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാൽ ഗുഡ്സ് ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, ബെയിലർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആര്, ബെയിലർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ദാറ്റ്സ് റിട്ടേൺ. ഓക്കെ, ആൻഡ് കൺസിഡറേഷൻ. നമുക്കറിയാം ഇവിടെ സെയിൽസ് മൊത്തം പൈസ കൊടുത്തുകൊണ്ടായിരിക്കും. ദ കൺസിഡറേഷൻ ഇസ് പ്രൈസ് ഇൻ ടേംസ് ഓഫ് മണി മൊത്തമായിട്ട് കൊടുത്തുകൊണ്ടാണ്. ആൻഡ് ദ ബെയിൽമെന്റ്, ദ കൺസിഡറേഷൻ അണ്ടർടേക്കിംഗ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദ പേർപ്പസ്. The consideration in price and here the consideration undertaking to return the goods. ഇവിടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൊടുക്കണം, ആ പ്രൊഡക്റ്റിന് നമ്മൾ മൊത്തമായിട്ട് പൈസ കൊടുക്കും. ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അണ്ടർടേക്കിംഗ് ആണ്. കാരണം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. ദാറ്റ് ഈസ് ദ കൺസിഡറേഷൻ. Undertaking of return of goods after the accomplishment of the purpose. And charges, the question of any charges to be paid by the seller to the buyer or vice versa. ഇവിടെ ചാർജസ് ഒന്നും കാര്യമായിട്ട് വരില്ല. But bailment, the bailer is who is a bailer? That's center. The center has to repay the charges with the bailee has incurred keeping the goods safe. ഇവിടെ bailer has to repay the charges with the bailee has incurred in keeping the goods safe. ഇവിടെ നമുക്കറിയാം ബെയിലി എന്ന് പറയുന്നത് റിസീവർ ആണ്. ബെയിലി ഈസ് ഓൾവേസ് റിസീവർ. So the charge, the bailer has to repay the charges. ബെയിലർക്ക് repay the charges to the bailey. ബെയിലിക്ക് repay ചെയ്യേണ്ടതായിട്ട് വരും. Okay, and another one is the duration. Once sale is transferred, the seller pays the goods until the desire to sell the term of the another. അതായത് പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും right is focusing on the ബയറുടെ കയ്യിലാണ് ടോട്ടൽ റൈറ്റ്സ് ഇരിക്കുന്നത്. On final one, it is the final ആണ്. കാരണം ഇവിടെ ഡ്യൂറേഷൻ ഫൈനൽ ഡ്യൂറേഷൻ ആയിരിക്കും എപ്പോഴും. ഇവിടെ ടെമ്പററി ഡ്യൂറേഷൻ ആണ്. The duration is always temporary. That's the bailey has to return the goods. ഇവിടെ റിസീവർ ഗുഡ്സ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. Okay, that's the duration. Okay, these are the difference between the sales and bailments. One of the important part is the sale and bailment. And sale is the agreement between the buyer and the seller. The seller sell or agree to sell the goods to the buyer based on certain consideration. But bailment quite different. There's a contract with the bailer and the bailee. The bailee is a receiver and bailer is a deliverer. And here the bailment states that the contractual transfer possession of the goods. That means ownership is never transferred in the bailment.
These are differences between sales and the bail. This difference between the sales and the bailment. Sales and bailment are basic difference and specify the consideration, charges, duration, all other differences relating to the sales and the bailment. And after that, the sales and mortgage. Another important term is the mortgage. Mortgage is most important term used in the bank. What is a mortgage? Mortgage means transfer of interest in a specific immovable property. Immovable property. Movable alla, immovable property immovable property house secure the payment of money advance. Paisa edukkunna process. Bankil nammal property vechukodam paisa edukkunna process mortgage cheyanam. Vechukonde nammal paisa edukana aa process ne parayunnu vanna mortgage. Mortgage transfer of interest. Nammade interest nammal immovable property interest aarku transfer bankil vechukonde nammal paisa edukkunnu. Aa oru concept aanu mortgage il kaanan sadhikkum. The mortgage is a transfer of interest in specific immovable property for the purpose of securing the payment of money advance or to be by way of loan. Mortgage is a bank property which loan process. That's mortgage. That's debt interest for the performance engaging with rise to peculiar liability. Liability meet engage. In simple words, mortgagee is a lender, mortgager is borrower. One is a mortgagee, another one is a mortgager. Higher purchase point of view, there is higher purchaser and higher vendor. And bailment point of view, there is bailer and bailee. And mortgage point of view, there is a mortgagee and mortgager. The mortgagee is known as the lender and mortgager is known as the borrower. Who is borrow is mortgager and who is lent, he is a mortgage. And what is sale? Sale, normally we are familiar with sale. Sale means your agreement between you, the buyer and seller. The seller agreed to sell the goods to the buyer on a specific date on immediate payment. Term is known as sales. And we are discussing what are the differences between you, the sale and mortgage. Okay, we're discussing the mortgage and sales. Sales means possession and ownership. The goods transferred to the buyer. We all discuss both possession and ownership is transferred to the buyer. But mortgage point of view, only the possession is transferred. The ownership is not transferred. Only the possession of goods is transferred, and the ownership is only for the limited interest. While rare situation, mother transfer because payment. Loan already bank situation possession hand over ownership hand over possession ownership bank means property which property property deed which loan possession ownership possession ownership and second one is ownership. The ownership is transferred to the buyer. But ownership buyer transfer. Ownership is reside with the mortgager. The mortgager, who is a mortgager? Mortgager is a borrower. നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഓണർഷിപ്പ് ഇരിക്കുക. വീടിന്റെ പൈസ നമ്മൾ ലോൺ എടുത്തേക്കാണ്. അതുകൊണ്ട് പൊസഷൻ ആരുടെ കയ്യിലാണ്? ബാങ്കിന്റെ കയ്യിലും. ഓണർ ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഓണർഷിപ്പ് ഇപ്പോഴും ഇരിക്കുക. Okay, that's second one is ownership. The ownership is transferred to the buyer. The ownership is reside with the mortgager. കാരണം ഇവിടെ ബയർ വാങ്ങിച്ച ബയർക്കാണ് അതിന്റെ ഓണർഷിപ്പ്. And third one is a consideration. And consideration means in sale, consideration is price. Price is the consideration. But the mortgage, the consideration is advance of loan and securing the debt. ഇവിടെ നമ്മൾ ലോൺ എമൗണ്ട് ആണ്, ലോൺ ആണ് എടുക്കുന്നത് മോർഗേജിൽ. നമ്മൾ ലോൺ ആണ്, അപ്പോൾ ലോൺ ആണ് ഇവിടുത്തെ കൺസിഡറേഷൻ നമുക്ക് ലഭിക്കുന്നത്. കൺസിഡറേഷൻ പറഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടുന്നത് അഡ്വാൻസ് ഓഫ് ലോൺ ഇൻ സെക്യൂറിംഗ് ദ ഡെറ്റ്. നമ്മുടെ ഡെറ്റ് മീറ്റ് ചെയ്യാനുള്ള അഡ്വാൻസ് ലോൺ ആണ് നമുക്ക് ഇവിടെ ലഭിക്കേണ്ടത്. Okay, these are the basic differences between the sales and mortgage. The mortgage is one of the transfer of interest in specific immovable properties, like a property. Loan, നമ്മൾ വീട് വെച്ച് ലോൺ എടുക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. For the purpose of securing the payment of money advance ought to be advanced by way of loan. In simple way, the mortgagee is the lender, whereas the mortgager is the borrower. And these are differences on the possession point of view. And the buyer have the possession, and there is the only the possession of the goods transferred to the possession of the goods is transferred. But possession മാത്രമേ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇവിടെ ഓണർഷിപ്പ് ഈസ് ആരുടെ കയ്യിലാണ്? ബയറിന്റെ കയ്യിൽ. ഓണർഷിപ്പ് നമ്മുടെ മോർഗേജറിന്റെ കയ്യിലാണ്. മോർഗേജർ മീൻസ് ബോറോവർ. നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഓണർഷിപ്പ് ഇരിക്കുക. കൺസിഡറേഷയുടെ പ്രൈസ് ആണ് ഇവിടെ നമ്മൾ കൺസിഡറേഷൻ അഡ്വാൻസ് ഓഫ് ലോൺ സെക്യൂറിംഗ് ദ ഡെറ്റ്. നമുക്ക് ലോൺ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ ലഭിക്കേണ്ടത് ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട്.
Okay, last and finally, what are the formalities of the contract of sale? We all discussed the contract of sale as per section 4, and this is about the formality. Section 4 is relating with the contract of sale, and section 5 is relating with the contract of sale. Formalities of the contract of sale. Our first formality is offer to buy and sell, and there are two important persons. One is a buyer, another one is seller, and the seller is agreed to sell to the goods to the buyer. There is an offer from the seller and acceptance from the buyer. There is an offer to buy or sell. This is the first important formality regarding the contract of sale, is offer to buy or sell. And second one is a parties. Two parties. There is one party is buyer, another party is a seller. Two parties, buyer and the seller. And third one is the payment of price. The buyer must pay the price to the seller. The payment is one of the important formality regarding the contract of sale. And delivery, there is immediate delivery of the goods to the seller to the buyer. The seller must deliver his goods to the buyer. That is, delivery is one of the important formality regarding the contract of sale. Last one is a form. The form may be written or word by mouth or implied format, written or the word by mouth. And these are 5 important formalities regarding the contract of sale. The first one, offer to buy or sell, and second one is the parties, and third one is the payment of price, and fourth one is delivery, and fifth one is the return, for that means form, that is written or word by mouth. Okay, these are the formalities regarding the contract of sales. Let me conclude. The first we discuss what is the sale and the hire purchase. The sale and hire purchase. Sale is a direct element and hire purchase installment device system. That is using the down payment and installment. Now these are differences between the sales and hire purchases. And after the sales hire per second one is a sale and bailment. The bailment is one of the important elements in relation to bailer and bailee. And then the contractual transfer possession of asset or property for specific objective, but ownership is never transferred. That is your the bailment. And these are differences between the sale and the bailment. And third one is the mortgage. The mortgage transfer interest in the specific immovable property for securing the payment of money in advance or to be by the way of the loan. And there's two important persons, mortgager and mortgagee. The mortgagee is the lender and mortgager is the borrower. Okay, these are differences between the sale and mortgage. And sales, there's a possession transferred. Here the possession is always transferred, and the ownership, the possession of goods transferred, and ownership is on limited interest. And ownership is remaining with the buyer, but the ownership remaining with the mortgager. And here the consideration is the price, and consideration is the advance of loan. Okay, and these are formalities of the contract. So there's offer to buy or sell, parties, payment of price, delivery, form. These are the important formalities regarding your the contract of sale. Okay, anyway, thank you so much, and thank you for watching me.